ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ വിഷ്ണുരാജ്. അപ്പോൾ നമ്മളിന്ന് കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മിക്ക വിദ്യാർത്ഥികളും ചിലപ്പോൾ അവർ ക്ലാസ് കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ്, പുതിയ സിലബസുകൾ, പ്രായപരിധിയിലുള്ള മാറ്റങ്ങൾ, അങ്ങനെ PSCയുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കിട്ടും. അതേപോലെ മികച്ച ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ ഏറ്റവും പരീക്ഷാ ബേസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ ഈ സംഘടനകളുടെയൊക്കെ മീറ്റിംഗ് PSC സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, ബ്രിക്സ്. നമ്മുടെ PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഘടനയാണ് ബ്രിക്സ്. അപ്പോൾ മിക്കപ്പോഴും സംഘടനകളെ പറ്റി ചോദിക്കുമ്പോൾ PSC ആദ്യം തീരുമാനിക്കുന്നത് ബ്രിക്സിനെ പറ്റി ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. 18ാമത് ബ്രിക്സ് ഉച്ചകോടി 2026. ഓക്കെ, 18ാമത് ബ്രിക്സ് ഉച്ചകോടി 2026 ഇന്ത്യ വെച്ചാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയാണ് നമ്മുടെ 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ ഇന്ത്യ 4ാമത്തെ പ്രാവശ്യമാണ് ബ്രിക്സ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രിക്സ് മുമ്പ് ഏതൊക്കെ വർഷം നമ്മുടെ ഇന്ത്യ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ 2012 നമ്മുടെ ഇന്ത്യ ആദ്യമായിട്ട് ബ്രിക്സ് ആതിഥേയത്വം വഹിക്കുന്നത്. അന്ന് ന്യൂഡൽഹി ആയിരുന്നു വേദി. പിന്നീട് 2016 ഇന്ത്യ ആതിഥേയത്വം വഹിച്ചു, അന്ന് ഗോവയായിരുന്നു വേദി. 2021 ഇന്ത്യ ആതിഥേയത്വം വഹിച്ചു, അന്ന് ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു, വിർച്വൽ മീറ്റിംഗ് ആയിരുന്നു. കോവിഡ് സാഹചര്യം ആയതുകൊണ്ട് 2021 വിർച്വൽ മീറ്റിംഗ് ആയിട്ടാണ് ബ്രിക്സിൻ്റെ മീറ്റിംഗ് നടന്നത്. അപ്പോൾ 2026 ആതിഥേയത്വം വഹിക്കാൻ പോകുന്നു. അപ്പോൾ 4 തവണയാണ് നമ്മുടെ ഇന്ത്യ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ചെയ്യപ്പെടാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി നമ്മുടെ 2026 ഉച്ചകോടിയുടെ ഔദ്യോഗികമായ നമ്മുടെ പ്രമേയമാണ് ബിൽഡിംഗ് ഫോർ റീസൈലിയൻസ്, ഇന്നോവേഷൻ, കോഓപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ 2026 ഇന്ത്യയിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രമേയം ചോദിക്കും. ഓക്കെ, ബിൽഡിംഗ് ഫോർ റീസൈലിയൻസ്, ഇന്നോവേഷൻ, കോഓപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഓക്കെ, അപ്പോൾ പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കുള്ള നിർമ്മാണം. ഇതാണ് നമ്മളുടെ ഈ 2026 പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ ബ്രിക്സിൻ്റെ ലോഗോ, 2026 ബ്രിക്സിൻ്റെ ലോഗോ അറിഞ്ഞിരിക്കണം. അതും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ വെച്ച് നടക്കുന്നതായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ലോഗോയാണ് 5 ഇതളുള്ള താമര, നടുക്ക് നമസ്തേ ചിഹ്നം. ഓക്കെ, 5 ഇതളുള്ള താമരയും നടുക്ക് നമസ്തേ ചിഹ്നവുമാണ് നമ്മുടെ 2026 ബ്രിക്സിൻ്റെ ലോഗോ. ഓക്കെ, ഇനി തൊട്ട് മുൻവർഷം അറിഞ്ഞിരിക്കണം, 2025 ബ്രസീൽ നഗരമാണ് റിയോ ഡി ജനീറോ. അപ്പോൾ 2025 ബ്രിക്സ് സമ്മേളനം നടന്നത് റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ്. രാജ്യം ബ്രസീലാണ്. ഓക്കെ, ഇനി 2024 രാജ്യം റഷ്യ, നഗരം ചോദിച്ചു കഴിഞ്ഞാൽ കസാൻ. ഇനി ഈ ബ്രിക്സ് എന്ന് പറയുന്നത് വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്, ഡെവലപ്പിംഗ് നാഷൻസിന്റെ കൂട്ടായ്മയാണ്. അതായത് വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി 2009 ജൂൺ 16 ബ്രിക്സ് സ്ഥാപിതമാകുന്നത്. തുടങ്ങിയ സമയത്ത് 4 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്: ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. തുടങ്ങിയ സമയത്ത് 4 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 2010 ആയപ്പോഴേക്കും നമ്മുടെ സൗത്ത് ആഫ്രിക്ക കൂടി അതിൽ അംഗമായി. ഓക്കെ, അപ്പോൾ 2010 ഡിസംബർ 24 സൗത്ത് ആഫ്രിക്ക കൂടി അംഗമായി. അങ്ങനെ ബ്രിക്സ് ആയി, ബ്രിക്സ് ആയിട്ട് മാറി. ഓക്കെ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക അങ്ങനെ മാറി. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി സൗത്ത് ആഫ്രിക്ക ഉൾപ്പെട്ടപ്പോഴേക്കും ബ്രിക്സ് ആയിട്ട് മാറി നമ്മൾ പറഞ്ഞു. ഇനി 2025 ഏറ്റവും പുതിയതായിട്ട് 2025 ബ്രിക്സിൽ അംഗമായ രാജ്യമാണ് ഇന്തോനേഷ്യ. അതും പ്രധാനപ്പെട്ട പോയിന്റാണ്, ചോദിക്കും. 2025 ബ്രിക്സിൽ അംഗമായ രാജ്യം ഏത്? ഇന്തോനേഷ്യ. 2024 അംഗമായ ആൾക്കാർ അറിഞ്ഞിരിക്കണം: ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE. അപ്പോൾ 2024 അംഗമായ രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE. ഓക്കെ, അപ്പോൾ അതും ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE എന്നിവയാണ് 2024 അംഗമായത്. ഇപ്പോൾ എല്ലാം കൂടെ 10 രാജ്യങ്ങൾ അംഗങ്ങളാണ്. ഇപ്പോൾ എല്ലാം കൂടെ 10 രാജ്യങ്ങൾ അംഗങ്ങളാണ്. മുൻപേ ഉണ്ടായിരുന്ന ആൾക്കാരും പുതിയതായിട്ട് ജോയിൻ ചെയ്തവരും കൂടെ ചേർന്ന് ഇപ്പോൾ 10 അംഗങ്ങൾ ബ്രിക്സിൽ അംഗങ്ങളാണ്. ഓരോ അംഗങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം, ചോദിക്കും. കാരണം താഴെ പറയുന്നവയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യം ഏത്, അംഗമല്ലാത്ത രാജ്യം ഏതെന്നൊക്കെ ചോദിക്കുക. എല്ലാം അറിഞ്ഞിരിക്കണം, എല്ലാം പ്രധാനപ്പെട്ട പോയിന്റാണ്. മുമ്പാണെങ്കിൽ പഠിക്കുക എളുപ്പമായിരുന്നു.
അംഗരാജ്യങ്ങളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം പഠിച്ചുകൊണ്ട് പോയാൽ മതിയായിരുന്നു. ബ്രിക്സ്, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇനി ഇത് പറ്റത്തില്ല, കാരണം വേറെ രാജ്യങ്ങൾ അംഗങ്ങളാണ്. ഇന്തോനേഷ്യ അംഗമാണ്, 2025 അംഗമായി. 2024 ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE എന്നിവർ അംഗമായി. അപ്പോൾ അതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, എല്ലാം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അംഗമായിരിക്കുന്ന ഓരോ രാജ്യങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നാറ്റോ, ഇതൊരു സൈനിക സംഘടനയാണ്. ഫുൾ ഫോം ആണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഫുൾ ഫോം ആണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, സൈനിക സംഘടനയാണ്. അപ്പോൾ അതിൽ അറിഞ്ഞേണ്ട പോയിന്റ് ആണ് 36ാമത് നാറ്റോ ഉച്ചകോടി 2026 വേദി എവിടെയാണ്? ഓക്കെ, 36ാമത് നാറ്റോ ഉച്ചകോടി 2026 വേദിയാണ് അങ്കാറ, തുർക്കി. ഓക്കെ, അങ്കാറ, തുർക്കി. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇനി 2025 ഹേഗ്, നെതർലൻഡ്സ്. 2025 ഹേഗ്, നെതർലൻഡ്സ്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി 2024 വാഷിംഗ്ടൺ, USA. 2024 വാഷിംഗ്ടൺ, USA. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നാറ്റോയിൽ എത്ര രാജ്യങ്ങൾ അംഗങ്ങളാണ്? പരീക്ഷ ചോദിക്കും. 32 രാജ്യങ്ങൾ. അപ്പോൾ നാറ്റോയിൽ 32 രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടുള്ളത്. ഇനി നാറ്റോയിൽ അവസാനമായിട്ട് അംഗമായത് സ്വീഡനാണ്. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് 2024 മാർച്ച് 7 സ്വീഡൻ നാറ്റോയിൽ അംഗമായി. അപ്പോൾ ചോദിക്കും നാറ്റോയിൽ അവസാനമായ അംഗമായ രാജ്യം ഏത്? സ്വീഡൻ. വർഷം ഏത്? 2024. ഓക്കെ, അപ്പോൾ ചോദിക്കും എത്ര രാജ്യങ്ങൾ അംഗങ്ങളാണ്? 32 രാജ്യങ്ങളാണ് മെമ്പേഴ്സ്. ഓക്കെ, ഇനി നമ്മുടെ നാറ്റോയിൽ അംഗമായ 31ാമത്തെ രാജ്യമാണ് ഫിൻലൻഡ്. ക്ലിയർ ആണല്ലോ. 2023 ഏപ്രിൽ 4 അംഗമായി. 2023 ഏപ്രിൽ 4 അംഗമായി. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ചോദിക്കും 31ാമത്തെ അംഗം ഏത്? ഫിൻലൻഡ്. അംഗമായ 31ാമത്തെ അംഗമാണ് ഫിൻലൻഡ്. വർഷമാണ് 2023 ഏപ്രിൽ 4. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പോൾ ചോദിക്കും എത്ര രാജ്യങ്ങൾ അംഗങ്ങളാണ്? 32. ഓക്കെ, 32ാമത്തെ രാജ്യം ഏതാ? സ്വീഡൻ. 31 ഏതാ? ഫിൻലൻഡ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. 32 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ് നാറ്റോ. അപ്പൊ ചോദിക്കും നാറ്റോ ഏത് തരം സംഘടനയ്ക്ക് ഉദാഹരണമാണ്? സൈനിക സംഘടന. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഓക്കെ, സൈനിക സഖ്യം അല്ലെങ്കിൽ സൈനിക സംഘടനയാണ് നാറ്റോ. സംഭവം എന്ന് വെച്ചാൽ ഇത് ആരംഭിച്ചത് നമ്മുടെ സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടി. ഓക്കെ, സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ആരംഭിച്ച സംഘടനയാണ് നാറ്റോ. നമ്മുടെ USSR. ഒരു കാലത്ത് അമേരിക്കയും USSR തമ്മിലായിരുന്നു എല്ലാ കാര്യങ്ങളിലും മത്സരം. ഓക്കെ, അപ്പോൾ ആ സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടി അമേരിക്ക ആരംഭിച്ച സംഘടനയാണ് നാറ്റോ. അതിലവർ വിജയിക്കുകയും ചെയ്തു. സോവിയറ്റ് യൂണിയൻ തകർന്ന് 15 രാജ്യങ്ങളായിട്ട് മാറി. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് സൈനിക സംഘടനയാണ്. മാത്രമല്ല സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടി അമേരിക്ക ആരംഭിച്ച സംഘടനയുമാണ്. അതാണ് നാറ്റോയുടെ പ്രത്യേകത. നമുക്കറിയാം നമ്മുടെ റഷ്യ യുക്രൈൻ സംഘർഷം ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്ന് വെച്ചാൽ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം നാറ്റോയിൽ അംഗമാകാൻ ശ്രമിച്ചതാണ് ആ സംഘർഷത്തിനെല്ലാം തുടക്കം. കാരണം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾക്ക് നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് ചൈന എന്ത് ചെയ്യാറുണ്ട്? ചൈന ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾക്കെല്ലാം പണം കൊടുത്ത് സ്വാധീനിക്കാറുണ്ട്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാലിദ്വീപ്സ്, ശ്രീലങ്ക, ഇവർക്കെല്ലാം നേപ്പാൾ, ഇവർക്കെല്ലാം പണം കൊടുത്തിട്ട് അവരെ സ്വാധീനിച്ച് അവിടെയൊക്കെ സൈനിക കേന്ദ്രങ്ങൾ നിർമ്മിക്കാറുണ്ട്. അതായത് നാളെ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ത്യയെ 4 വശത്തുനിന്നും ആക്രമിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചൈനയാണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? ഇന്ത്യ വളയാറുണ്ട്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾക്കെല്ലാം പണം കൊടുത്തിട്ട് അവിടെയൊക്കെ സൈനിക കേന്ദ്രങ്ങൾ നിർമ്മിച്ച് അവരെ വളയാറുണ്ട്. അതേപോലെ റഷ്യ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ സോവിയറ്റ് യൂണിയൻ തകർന്ന് 15 രാജ്യങ്ങളായെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് റഷ്യ. ഓക്കെ, ആ റഷ്യയുമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ശത്രുത. അമേരിക്കയ്ക്ക് ആരെങ്കിലും ഒരാളുടെ ശത്രുത ഉണ്ടെങ്കിലേ പറ്റൂ. ഓക്കെ, അപ്പോൾ റഷ്യയെ തകർക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ അയൽരാജ്യങ്ങൾക്കെല്ലാം പണം കൊടുത്തിട്ട് സ്വാധീനിച്ച് അവിടെ സൈനിക കേന്ദ്രങ്ങൾ നിർമ്മിക്കാറുണ്ട് അമേരിക്ക. അതിന് നാറ്റോയെ മുൻനിർത്തിയിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ യുക്രൈൻ നാറ്റോയിൽ അംഗമല്ല, അംഗമാകാൻ ശ്രമിച്ചു. അതാണ് ആ യുദ്ധത്തിനുള്ളൊക്കെയുള്ള കാരണം. ആ നമ്മുടെ യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിന് ശേഷം സ്ഥിരമായിട്ട് നാറ്റോയെ പറ്റി ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അതിന് കാരണം അതാണ്. ഓക്കെ, അപ്പോൾ നാറ്റോയുടെ ഫുൾ ഫോം ആണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഓക്കെ, നാറ്റോ രൂപീകരിച്ച വർഷമാണ് 1949 ഏപ്രിൽ 4. ആസ്ഥാനമാണ് ബ്രസൽസ്, ബെൽജിയം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, 2024 നാറ്റോയുടെ 75ാം വർഷം ആഘോഷിച്ചു. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. 2024 ആയപ്പോഴേക്കും നാറ്റോ എന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ചിട്ട് 75 വർഷം ആഘോഷിച്ചു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ആസ്ഥാനമാണ് ബ്രസൽസ്, ബെൽജിയം. ഇപ്പോഴത്തെ മേധാവിയാണ് മാർക്ക് റൂട്ടെ. ഓക്കെ, അപ്പോൾ ചോദിക്കും ആരാണ് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ? മാർക്ക് റൂട്ടെ. ഓക്കെ, നെതർലൻഡ്സിന്റെ മുൻ പ്രധാനമന്ത്രി. ഓക്കെ, നെതർലൻഡ്സ് എന്ന രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്ക് റൂട്ടെയാണ് ഇപ്പോൾ അതിന്റെ മേധാവി. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും വേണ്ടി. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, നാറ്റോ എന്ന് പറയുന്നത് എന്ത് സംഘടനയ്ക്ക് ഉദാഹരണമാണ്? സൈനിക സംഘടനയ്ക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇനി G20 ഉച്ചകോടി 2026. ഓക്കെ, G20 ഉച്ചകോടി 2026. ഓക്കെ,
വേദി മിയാമി USA. ഇപ്പോൾ നമ്മുടെ 21ാമത് G20 ഉച്ചകോടി 2026 വേദിയാണ് മിയാമി USA. ഇനി നമ്മുടെ 2025 വേദിയാണ് ജോഹന്നാസ്ബർഗ് സൗത്ത് ആഫ്രിക്ക. 2024 ആണെങ്കിൽ റിയോ ഡി ജനീറോ ബ്രസീൽ. 2023 ആണെങ്കിൽ ഇന്ത്യ. അപ്പോൾ നമ്മളുടെ G20 ഉച്ചകോടി 2023 വളരെ പ്രത്യേകതയുള്ളതാണ്. ഇപ്പോഴും ചോദിക്കുന്നതാണ്. 18ാമത് G20 ഉച്ചകോടി ആയിരുന്നു. ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്, ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. അതിന് കാരണമുണ്ട്. ഇന്ത്യ ആദ്യമായിട്ടാണ് G20 സമ്മേളനത്തിന് വേദിയാകുന്നത്. ഇന്ത്യ ആദ്യമായി G20 സമ്മേളനത്തിന് വേദിയായി. അപ്പോൾ ഒന്നുകൂടി ഒന്ന് പറയുകയാണ്, അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് പറയുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. 2023 G20 ഉച്ചകോടി, അതായത് 18ാമത് G20 ഉച്ചകോടി വേദിയായത് ഇന്ത്യയാണ്, ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് G20 സമ്മേളനത്തിന് വേദിയായത്. പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ അതിൻ്റെ പ്രമേയമാണ് വസുദൈവ കുടുംബകം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രമേയമാണ് വസുദൈവ കുടുംബകം. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും അറിഞ്ഞിരിക്കണം. വൺ എർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ. വസുദൈവ കുടുംബത്തിന് ഇംഗ്ലീഷാണ് വൺ എർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2023 G20 ഉച്ചകോടിയുടെ പ്രമേയം എന്ത്? ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ സംസ്കൃതമാണ് വസുദൈവ കുടുംബം, ഇംഗ്ലീഷാണ് വൺ എർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ. അതായത് ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഓക്കെ, ഇനി G20 അംഗമായിരിക്കുന്ന രാജ്യങ്ങളെ പറ്റി PSC ചോദിക്കാറുണ്ട്. താഴെ പറയുന്നവയിൽ G20 അംഗമായ രാജ്യമേത്, അംഗമല്ലാത്ത രാജ്യമേത്? അപ്പോൾ G20 19 രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടുള്ളത്. 19 രാജ്യങ്ങൾ. G20 19 രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടുള്ളത്, പ്ലസ് 2 സംഘടനകൾ. ഓക്കെ, അപ്പോൾ G20 19 രാജ്യങ്ങളും 2 സംഘടനകളുമാണ് അംഗങ്ങളായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ രാജ്യങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ രാജ്യങ്ങളെ പറ്റി നേരിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം ആ രാജ്യങ്ങളുടെ ഭൂഖണ്ഡം അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഞാൻ അങ്ങനെ പഠിച്ചത്. നിങ്ങൾ നേരിട്ട് നോക്കുമ്പോഴേക്കും 19 രാജ്യങ്ങളുടെ പേര് ഇങ്ങനെ എഴുതി വെച്ചേക്കും, ആരായാലും ഒന്ന് പകച്ചു പോകും. അതേസമയം ആ ഓരോ രാജ്യങ്ങളെയും ഓരോ ഭൂഖണ്ഡങ്ങളുടെ നേരെ എഴുതി, അത് ഏത് ഭൂഖണ്ഡത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ പരീക്ഷിക്കുന്നത്. നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ രാജ്യങ്ങളെയും ഓരോ ഭൂഖണ്ഡങ്ങൾക്ക് നേരെ എഴുതി. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പഠിക്കാം. അപ്പം നോർത്ത് അമേരിക്കയിൽ നിന്നും ഏതൊക്കെ രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുള്ളത്? ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, മെക്സിക്കോ. അപ്പം നോർത്ത് അമേരിക്കയിൽ നിന്നും സംഘടനയിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, മെക്സിക്കോ. സൗത്ത് അമേരിക്കയിൽ നിന്നും അർജന്റീന, ബ്രസീൽ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഓസ്ട്രേലിയ. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ, ജപ്പാൻ, സൗത്ത് കൊറിയ, സൗദി അറേബ്യ. അപ്പോൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ആരൊക്കെയാ? ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ, ജപ്പാൻ, സൗത്ത് കൊറിയ, സൗദി അറേബ്യ. ഇനി യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി. ഓക്കെ, അപ്പോൾ ഇനി യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി. ഇനി യൂറേഷ്യ. എന്താ യൂറേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി ഏഷ്യയിലും പകുതി യൂറോപ്പിലും. ഓക്കെ, അപ്പോൾ റഷ്യയുടെ പകുതി ഏഷ്യയിലും പകുതി യൂറോപ്പിലുമാണ്. തുർക്കിയുടെ പകുതി ഏഷ്യയിലും പകുതി യൂറോപ്പിലുമാണ്. ഓക്കെ, അപ്പോൾ ദാണ്ട് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. അപ്പോൾ ഓരോ ഭൂഖണ്ഡങ്ങൾക്കനുസരിച്ച് രാജ്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറയാം. അതുകൊണ്ട് നോർത്ത് അമേരിക്കയിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, മെക്സിക്കോ. സൗത്ത് അമേരിക്കയിൽ നിന്നും അർജന്റീന, ബ്രസീൽ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും സൗത്ത് ആഫ്രിക്ക. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഓസ്ട്രേലിയ. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ, ജപ്പാൻ, സൗത്ത് കൊറിയ, സൗദി അറേബ്യ. യൂറോപ്പിൽ നിന്നും യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി. ഇനി യൂറേഷ്യയിൽ നിന്നും റഷ്യ, തുർക്കി. 19 രാജ്യങ്ങൾ. അപ്പോൾ 19 രാജ്യങ്ങൾ, 2 സംഘടനകളും. ഓക്കെ, 2 സംഘടനകളും ഇതിനകത്ത് മെമ്പേഴ്സാണ്. യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും. നമുക്ക് നോക്കാം. അപ്പോൾ ഇനി 19 രാജ്യങ്ങളും 2 സംഘടനകളും അംഗങ്ങളെന്ന് പറഞ്ഞു. ഓക്കെ, 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനുമാണ് അംഗങ്ങൾ. അവസാനമായിട്ട് അംഗമായത് ആഫ്രിക്കൻ യൂണിയനാണ് 2023. ഓക്കെ, അപ്പോൾ അവസാനമായിട്ട് അംഗമായത് ആഫ്രിക്കൻ യൂണിയനാണ് എന്നാണ് 2023 അംഗമായത്. അതും ചോദിക്കും. നമ്മുടെ G20 സംഘടനയിൽ അവസാനമായ അംഗമായത് ആര്? ഓക്കെ, ആഫ്രിക്കൻ യൂണിയനാണ്. സത്യത്തിൽ ഇപ്പോൾ G21 എന്നാണ് പറയേണ്ടത്. പക്ഷേ എല്ലാവരും എളുപ്പത്തിന് വേണ്ടി G20 എന്ന് പറയുന്നു.
സ്വാഭാവികമായിട്ടും ചോദ്യം ഇടുന്ന ആൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ചോദിക്കും. ഇപ്പം നമ്മൾ ചോദിക്കുകയാണ് G20 എന്ന സംഘടനയിൽ എത്ര രാജ്യങ്ങൾ അംഗങ്ങളാണ്? അപ്പം നമ്മൾ പറയും ഈ ചോദ്യം ഇട്ടവൻ എന്താ ബുദ്ധിയൊന്നുമില്ലേ, ചോദ്യം കണ്ടാൽ തന്നെ അറിയത്തില്ലേ 20 രാജ്യങ്ങളാണ്. അങ്ങനല്ല, 19 രാജ്യങ്ങളേ ഉള്ളൂ. 19 രാജ്യങ്ങൾ മാത്രമേ അംഗമുള്ളൂ. പിന്നെ 2 സംഘടനകളും അംഗങ്ങളാണ്. ഓക്കെ, നമ്മുടെ യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും. ക്ലിയർ ആണല്ലോ. അവസാനമായിട്ട് അംഗമായത് ആഫ്രിക്കൻ യൂണിയനാണ് 2023. ക്ലിയർ ആണ്. ഇനി ഇതാണ് എൻ്റെ പ്രത്യേകത. ഇനി G20 ഉച്ചകോടികളിൽ സ്ഥിരം അതിഥിയുടെയോ ക്ഷണിതാവിൻ്റെയോ പദവി വഹിക്കുന്ന രാജ്യമാണ് സ്പെയിൻ. ഇവർക്ക് സ്ഥിരമായിട്ട് മെമ്പർഷിപ്പ് ഇല്ല, പക്ഷേ അവരെ എല്ലാ മീറ്റിങ്ങിലും അവർക്ക് പങ്കെടുക്കാം, അതായത് അതിഥിയായിട്ട് പങ്കെടുക്കാം. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. G20 ഉച്ചകോടികളിൽ സ്ഥിരം അതിഥിയുടെയോ ക്ഷണിതാവിൻ്റെയോ പദവി വഹിക്കുന്ന രാജ്യമാണ് സ്പെയിൻ. അവർക്ക് സ്ഥിരമായിട്ട് മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ പോലും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാം, അതിഥിയായിട്ട് പങ്കെടുക്കാം. ഓക്കെ, ഇനി 99 സംഘടന ആരംഭിക്കുന്നത്. ഓക്കെ, 2008 ആദ്യ മീറ്റിംഗ് അമേരിക്കയിൽ വെച്ച്. ക്ലിയർ ആണേ. അപ്പോൾ G20 ഫുള്ള് ക്ലിയർ ആയേ. ഓക്കെ, അപ്പോൾ അടുത്തത് സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7. ഓക്കെ, അപ്പോൾ 52ാമത് G7 ഉച്ചകോടി 2026. ഓക്കെ, 52ാമത് G7 ഉച്ചകോടി 2026. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2026 വേദിയാണ് ഈവിയാൻ ലെസ് ബെയിൻസ്. ഓക്കെ, ഈവിയാൻ ലെസ് ബെയിൻസ്, രാജ്യം ഫ്രാൻസ്. അപ്പോൾ സമ്പത്തുള്ള ആൾക്കാരുടെ കൂട്ടാൻ വേണ്ടി കട്ടിക്കുക പേര്. ഓക്കെ, ഈവിയാൻ ലെസ് ബെയിൻസ്, രാജ്യമാണ് ഫ്രാൻസ്. ഓക്കെ, ഇനി നമ്മുടെ 2025 ഉച്ചകോടി. ഓക്കെ, കനനാൻസ്കിസ് ആൽബർട്ട, 2 നഗരങ്ങളായിട്ടാണ് നടന്നത്. ഓക്കെ, കനനാൻസ്കിസ് ആൽബർട്ട, രണ്ടും കാനഡയിലാണ്. ക്ലിയർ ആണല്ലോ. ഇനി 2024 ഫസാനോ പുഗ്ലിയ, 2 നഗരങ്ങളാണ്, ഫസാനോ നഗരവും പുഗ്ലിയ നഗരവും, രാജ്യം ഇറ്റലി. അപ്പോൾ സാമ്പത്തികമായിട്ട് ഊർന്നിരിക്കുന്നതായതുകൊണ്ട് പേരുകളൊക്കെ ഇച്ചിരി ഉയർന്നതാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് പഠിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ഈവിയാൻ ലെസ് ബെയിൻസ്, ഫ്രാൻസ്, 2026. 52ാമത്തെ മീറ്റിംഗ്. ഓക്കെ, അപ്പോൾ അംഗങ്ങളാണ് നമ്മൾ പറഞ്ഞു. സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7. അപ്പോൾ G7ന്റെ ഫുൾ ഫോം ആണ് ഗ്രൂപ്പ് ഓഫ് 7. G7ന്റെ ഫുൾ ഫോം ആണ് ഗ്രൂപ്പ് ഓഫ് 7. ഓക്കെ, അപ്പോൾ ആരൊക്കെയാ മെമ്പർ ആയിട്ടുള്ളത്? കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US. അതായത് സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US. അപ്പോൾ ഇതിനകത്ത് ഒരൊറ്റ ഏഷ്യൻ രാജ്യം മാത്രമേ ഉള്ളൂ, ജപ്പാൻ. ചോദിക്കും, G7 സംഘടനയിൽ അംഗമായിരിക്കുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത്? ജപ്പാൻ. ക്ലിയർ ആണ്, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ മാത്രമല്ല G7ന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ഉച്ചകോടികളിലും പങ്കെടുക്കുന്ന ഒരു അംഗമായിട്ട് യൂറോപ്യൻ യൂണിയനെ പരിഗണിക്കുന്നു. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ അംഗമാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു G20യിലും യൂറോപ്യൻ യൂണിയൻ അംഗമാണ്, G7ലും യൂറോപ്യൻ യൂണിയൻ അംഗമാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്ന സംഘടന ഇതിനകത്ത് അംഗമാണ്. ഓക്കെ, രാജ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇത്രയാണ്. അപ്പോൾ അംഗമായിരിക്കുന്ന ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. ഐഡിയ മനസ്സിലായോ? സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ. ക്ലിയർ ആണ് പോയിന്റ്. അപ്പോൾ 2026 ഉൾപ്പെടെ കഴിഞ്ഞ 7 മീറ്റിങ്ങുകളിലും ഇന്ത്യയും പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2026 ഉൾപ്പെടെ കഴിഞ്ഞ 7 മീറ്റിങ്ങുകളിലും ഇന്ത്യയും, അതായത് 2026 കൂടെ ചേർത്താ പറയുന്നത്, അതും കൂടെ ആകുമ്പോൾ 7 മീറ്റിംഗ്. ഓക്കെ, അപ്പോൾ 2026 ഉൾപ്പെടെ 7 മീറ്റിങ്ങുകളിൽ ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടി പങ്കെടുക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഓക്കെ, ഇന്ത്യക്ക് വേണ്ടി പങ്കെടുക്കുന്നത് നരേന്ദ്രമോദി. അപ്പോൾ അംഗമല്ലെങ്കിൽ പോലും ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട് മീറ്റിങ്ങിനകത്ത്. അംഗമല്ലെങ്കിൽ പോലും 7 തവണയായിട്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റിംഗ് പങ്കെടുക്കുന്നുണ്ട്. 2026 മീറ്റിംഗ് കൂടി ആകുമ്പോൾ 7 മീറ്റിംഗ് ആവും തുടർച്ചയായിട്ട്. അപ്പോൾ 2026 വർഷം ഉൾപ്പെടെ തുടർച്ചയായിട്ട് 7 മീറ്റിങ്ങുകളിൽ ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ക്ലിയർ ആണ്. അപ്പോൾ എന്താ സംഘടനയുടെ പ്രത്യേകത? നമ്മൾ നേരത്തെ പറഞ്ഞു, സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ. ഓക്കെ, പറഞ്ഞു. ഓക്കെ, അപ്പോൾ 75ലാണ് സംഘടന രൂപീകരിച്ചത്. ഓക്കെ, അന്ന് 6 രാജ്യങ്ങൾ മാത്രമാണ് അംഗമായിരുന്നത്. 76-ൽ കാനഡ കൂടി അംഗമായി. അങ്ങനെ G7 ആയി. ഓക്കെ, നമ്മളിനി ഇന്ത്യ കൈവരിച്ച കുറച്ച് നേട്ടങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അഞ്ചിഘട്ട് പാലം, നമ്മുടെ ഈ പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാലങ്ങളെ പറ്റിയും ഒക്കെ ചോദിക്കുന്നുണ്ട് PSCക്ക്. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അഞ്ചിഘട്ട് പാലം ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേയ്ഡ് റെയിൽവേ പാലം.
അത് കേബിളിൽ ഉപയോഗിച്ച് താങ്ങി നിർത്തിയിരിക്കുന്ന പാലം. അതാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലമാണ് അഞ്ചുഘട്ട് പാലം. ഓക്കെ, ഇനി ജമ്മു കാശ്മീരിലെ റിയാസി. ഓക്കെ, അപ്പോൾ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലം. ഇനി ഖത്രയെയും റിയാസിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, ഖത്രയെയും റിയാസിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. 2025 ജൂൺ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. അപ്പോൾ എന്താണ് 2025 ജൂൺ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് രാജ്യത്തിന് സമർപ്പിച്ചത്. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് USBR പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അഞ്ചി നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അഞ്ചി നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 725.5 മീറ്ററാണ്. അപ്പോൾ ഇതിന്റെ നീളം എന്ന് പറയുന്നത് 725.5 മീറ്ററാണ്. ഇനി ഉയരം എന്ന് പറയുന്നത് 331 മീറ്ററാണ്. ഓക്കെ, ഉയരം 331 മീറ്ററാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ റെയിൽവേ പാലം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ റെയിൽവേ പാലമാണ് അഞ്ചുഘട്ട് പാലം. അപ്പോൾ ചോദിക്കും ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏത്? ചെനാബ് പാലം. നമ്മൾ അടുത്ത പോയിന്റ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിർമ്മാണ ഏജൻസി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ നമ്മുടെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഇത് നിർമ്മിച്ചത്, അഞ്ചുഘട്ട് പാലം നിർമ്മിച്ചത്. ഇനി അഞ്ചുഘട്ട് പാലം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ചെനാബ് പാലം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലം ആർച്ച് പാലവുമാണ് ചെനാബ് പാലം. അപ്പോൾ ചോദിക്കും ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലം ഏത്? ഉത്തരമാണ് ചെനാബ് പാലം. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് പാലം ഏത്? ചെനാബ് പാലം. ഓക്കെ, ഇനി ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ ചെനാബ് നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ ചെനാബ് നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ഇനി ബക്കൽ, കൗരി എന്നീ റെയിൽവേ സ്റ്റേഷനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ബന്ധിപ്പിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളാണ് ബക്കൽ റെയിൽവേ സ്റ്റേഷൻ, കൗരി റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ഓർത്ത് വച്ചിരിക്കുക. നീളമാണ് 1315 മീറ്റർ, വീതി 13.5 മീറ്റർ, ഉയരം 359 മീറ്റർ. അപ്പോൾ ചോദിക്കും നീളം എത്ര? 1315 മീറ്റർ. ഓക്കെയാണ്. ഓക്കെ, ഇനി 2025 ജൂൺ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നിർമ്മാണ ഏജൻസി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഓക്കെ, ഇനി പുതിയ പാമ്പൻ പാലം, വളരെ പ്രധാനപ്പെട്ടതാണ് പുതിയ പാമ്പൻ പാലം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം, റെയിൽവേ കടൽപ്പാലം. ഓക്കെ, പുറത്ത് വെച്ചിരിക്കുക. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടെ പറയുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം. ഇപ്പം എന്താ വെർട്ടിക്കൽ ലിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണെങ്കിൽ ഈ ട്രെയിൻ പോകുന്ന സമയത്ത് ഈ പാലം, നമ്മുടെ റെയിൽവേ പാലം ഇങ്ങനെ സമാന്തരമായിട്ട് കിടക്കും. അപ്പോൾ ഇതിലേക്കൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്ന പാതയാണ്. കപ്പലുകൾ വരുന്ന സമയത്ത് ഈ റെയിൽവേ പാലം പൊക്കി മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ കപ്പലുകൾക്ക് സുഖമായിട്ട് അതിലൂടെ കടന്നു പോകാം. ഐഡിയ മനസ്സിലായോ? അതായത് ഇത് ട്രെയിൻ പോകുന്ന സമയത്ത് ഈ പാലം താഴ്ത്തി വെച്ചിരിക്കും. താഴ്ത്തിയിട്ട് ഈ രണ്ട് പാലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും. അപ്പോൾ ട്രെയിൻ അതുവഴി പോകും. അപ്പോൾ ട്രെയിൻ അതുവഴി പോയി കഴിഞ്ഞാൽ കപ്പലുകൾ വരുന്ന സമയമാകുമ്പോഴേക്കും ഈ പാലം പൊക്കി മുകളിൽ കൊണ്ടുപോകും. അപ്പോൾ ആ വരുന്ന ഗ്യാപ്പിൽ കൂടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാം. അതാണ് വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽ പാലം. ഓക്കെ, ഇനി ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിലെ മണ്ഡപത്തെയും രാമേശ്വരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ തമിഴ്നാട്ടിലെ മണ്ഡപത്തെയും രാമേശ്വരത്തെയും തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് ഇത് വികസിപ്പിച്ചത്. ഇതിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. 2.07 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഓക്കെ, ഇനി 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി കപ്പലുകൾക്ക് കടന്നു പോകാനായി പാലത്തിൻ്റെ മധ്യഭാഗം ലംബമായി ഉയർത്താൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് സാധാരണ സമയത്ത് റെയിൽവേ പാലമായിരിക്കും. ട്രെയിൻ അതുവഴി കടന്നു പോകും. ട്രെയിൻ പോകാത്ത സമയങ്ങളിൽ കപ്പലുകൾക്ക് വരാറാകുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ
റെയിൽവേ പാലം ഉയർത്തി മുകളിൽ കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ കൂടെ എന്ത് ചെയ്യാം, ആ കപ്പലുകൾക്ക് കടന്നു പോകാം. അതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇനി ട്രെയിനുകൾക്ക് മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ ഇതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലം ചോദിച്ചാൽ ഉത്തരവ് അത് തന്നെയാണ്. ഓക്കെ, പാമ്പൻ പാലം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലവും നമ്മുടെ പാമ്പൻ പാലം തന്നെയാണ്. തുറന്ന തീയതിയാണ് 1914 ഫെബ്രുവരി 24. ക്ലിയർ ആണല്ലോ. ഇനി അടൽ ബിഹാരി വാജ്പേയി സെവരി നവശേവ അടൽ സേതു. ഓക്കെ, അപ്പോൾ അടൽ ബിഹാരി വാജ്പേയി സെവരി നവശേവ അടൽ സേതുവിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ്. ഓക്കെ, അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഓക്കെ, അപ്പോൾ ഔദ്യോഗിക നാമമാണ് അടൽ ബിഹാരി വാജ്പേയി ശിവരി നവശേവ അടൽ സേതു. ഓക്കെ, ഇനി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മുംബൈയിലെ ശിവരി മുതൽ നവി മുംബൈയിലെ നവശേവ വരെ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, നീളം 21.8 കിലോമീറ്റർ. ഓക്കെ, നീളമാണ് 21.8 കിലോമീറ്റർ. ഓക്കെ, ഇനി കടലിന് മുകളിലൂടെയുള്ള നീളമാണ് 16.5 കിലോമീറ്റർ. ഓക്കെ, വീതി 27 മീറ്റർ. ഉദ്ഘാടനം 2024 ജനുവരി 12 നടത്തിയത്. ഓക്കെ, നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ഉദ്ഘാടനം നടത്തിയത് 2024 ജനുവരി 12 നരേന്ദ്രമോദിയാണ് അത് നിർവഹിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വന്നതിന് ശേഷം ഈ യാത്രാ സമയം 2 മണിക്കൂർ വരെ ലാഭിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയുകയാണ്, 21.8 കിലോമീറ്ററാണ് ഇതിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത്. അതിൽ തന്നെ 16.5 കിലോമീറ്റർ കടലിന് മുകളിൽ കൂടെയാണ് അത് പാസ് ചെയ്യുന്നത്. വീതി 27 മീറ്ററാണ്. 2024 ജനുവരി 12 പ്രധാനമന്ത്രി നരേന്ദ്ര ഉദ്ഘാടനം നിർവഹിച്ചത്. മുമ്പുണ്ടായിരുന്നേക്കാൾ 2 മണിക്കൂർ എന്ത് ചെയ്യാൻ പറ്റും, യാത്രയിൽ ലാഭിക്കാൻ പറ്റും. അതാണ് ഈ പാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തത് കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇത്രയും നേരവും നരേന്ദ്രമോദിയുടെ പേരാണ് പഠിച്ചത്. അതിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്ത ഒരു പാലമാണിത്. അപ്പോൾ ചോദിക്കും, സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ചോദിക്കും ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്നൊക്കെ. അപ്പോൾ ഈ പാലം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ്. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലമാണ് നമ്മുടെ കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ്. ഓക്കെ, തമിഴ്നാട് സർക്കാർ 37 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മിച്ചത്. തമിഴ്നാട് സർക്കാർ 37 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മിച്ചത്. നീളം എന്ന് പറയുന്നത് 77 മീറ്റർ. നീളം എന്ന് പറയുന്നത് 77 മീറ്ററാണ്. വീതി 10 മീറ്റർ. തമിഴ്നാട് സർക്കാരാണ് നിർമ്മിച്ചത് കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ്. ഉയരം 131 അടി. ഉയരമാണ് 131 അടി. കന്യാകുമാരിയിലെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിനെയും തിരുവള്ളുവർ പ്രതിമയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, ഇനി 2024 ഡിസംബർ 30 തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞാൻ ഇതാ പറഞ്ഞത്, ഉദ്ഘാടനം ചെയ്ത ആൾ നമ്മൾ നേരത്തെ എല്ലാം നരേന്ദ്രമോദിയുടെ പേരാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു വ്യത്യാസം വന്നു, എം കെ സ്റ്റാലിൻ. അപ്പോൾ ചോദിക്കുക, അപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മുടെ കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്ത ആളുടെ പേരാണ് എം കെ സ്റ്റാലിൻ, മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ. ഓക്കെ, തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ കന്യാകുമാരിയിലെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിനെയും തിരുവള്ളുവർ പ്രതിമയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. 2024 ഡിസംബർ 30 ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അപ്പോൾ നമുക്കറിയാം, ഓൺലൈൻ ഗെയിമിംഗ് ഇപ്പോൾ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ഹരമാണ് ഓൺലൈൻ ഗെയിം കളിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പോർട്സ് ഇവന്റുകൾ ആരംഭിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഹോക്കി മത്സരങ്ങളും ക്രിക്കറ്റ് മത്സരമൊക്കെ നടത്തുന്ന പോലെ ഓൺലൈൻ ഗെയിമിങ്ങിന് വേണ്ടി ഇപ്പോൾ മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടമൊക്കെ എന്ന് വെച്ചാൽ AI ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓൺലൈൻ ഗെയിമുകളിലേക്കെല്ലാം നല്ല രീതിയിൽ പ്രചരണം ഉണ്ടാവും. അപ്പോൾ അതിന് പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഓക്കെ, അപ്പോൾ ആ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്ന പേരാണ് MP സ്റ്റേറ്റ് ഇ സ്പോർട്സ് അക്കാദമി. ഓക്കെ, അപ്പോൾ ആ അക്കാദമി അറിയപ്പെടുന്ന പേരാണ് മധ്യപ്രദേശ് സ്റ്റേറ്റ് ഇ സ്പോർട്സ് അക്കാദമി. പരീക്ഷയ്ക്ക് ചോദിക്കും, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഓക്കെയാണ്. ഇനി ഇ സ്പോർട്സ് മേഖലയിൽ താല്പര്യമുള്ള യുവാക്കൾക്ക് പ്രൊഫഷണൽ പരിശീലനം നൽകുക, അവരെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് സജ്ജരാക്കുക. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി അറിയാം, അപ്പം ധാരാളം ഈ ഓൺലൈൻ ഗെയിമിങ്ങുകളിലുള്ള മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട്, സ്ട്രീമിംഗ് മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിന് ശാസ്ത്രീയ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് ഈ അക്കാദമിയുടെ ലക്ഷ്യം.
സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, 100% ചോദിക്കും. 100% ചോദിക്കും. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ശ്രദ്ധിക്കുക. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. റിപ്പീറ്റ് ചെയ്യുന്നതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം, ആ വാക്കാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, സ്വാതന്ത്ര്യത്തിന് ശേഷം. ഓക്കെ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരമാണ് ഉത്തരാഖണ്ഡ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ 2024 ഫെബ്രുവരി 7 ബില്ല് നിയമസഭയിൽ പാസ്സാക്കി. അപ്പോൾ 2024 ഫെബ്രുവരി 7 ബില്ല് നിയമസഭയിൽ പാസ്സാക്കി. 2025 ജനുവരി 27 നടപ്പിലാക്കി. ഒന്നുകൂടി പറയുകയാണ്, 2024 ഫെബ്രുവരി 7 ബില്ല് നിയമസഭയിൽ പാസ്സാക്കി. ഇനി 2025 ജനുവരി 27 അത് സംസ്ഥാനത്ത് നടപ്പിലാക്കി. ഓക്കെ, 2025 ജനുവരി 27 സംസ്ഥാനത്ത് ബില്ല് ഔദ്യോഗികമായി നിലവിൽ വരികയും ചെയ്തു. കിട്ടിയോ? ഒന്നുകൂടി പറയുകയാണ്, നോക്കൂ. ബില്ല് നിയമസഭയിൽ പാസ്സാക്കിയത് 2024 ഫെബ്രുവരി 7. ഈ ഡേറ്റ് ഓർത്ത് വച്ചിരിക്കണം. ഇതും പ്രധാനമാണ്, അടുത്ത ഡേറ്റും പ്രധാനമാണ്. ഇനി നടപ്പിലാക്കിയത് 2025 ജനുവരി 27 സംസ്ഥാനത്ത് ഔദ്യോഗികമായി നിലവിൽ വരികയും ചെയ്തു, നടപ്പിലാക്കുകയും ചെയ്തു. ഓക്കെ, ഇനി ബില്ല് അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ഇപ്പോൾ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ പുഷ്കർ സിംഗ് ധാമി ആയിരുന്നു മുഖ്യമന്ത്രി. നടപ്പിലാക്കിയപ്പോൾ അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രി. ഇപ്പോഴും അദ്ദേഹമാണ് മുഖ്യമന്ത്രി. അപ്പോൾ ചോദിക്കും, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ആര്? പുഷ്കർ സിംഗ് ധാമി. ഓക്കെയാണ്. ഇനി വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം എന്നിവയിൽ എല്ലാവർക്കും ഏകീകൃത നിയമം. നമുക്കറിയാം, ആ വിവാഹത്തിന് തന്നെ നമ്മുടെ ഇന്ത്യയിൽ പല മതവിഭാഗങ്ങൾക്കും അവരുടേതായ വിശ്വാസം അനുസരിച്ച് വിവാഹം കഴിക്കാനുള്ള അനുവാദമുണ്ട്. ഹിന്ദു മാരേജ് ആക്ട്, ക്രിസ്ത്യൻ മാരേജ് ആക്ട്, മുസ്ലിം മാരേജ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അതേപോലെ ഈ സ്വത്ത് ഭാഗം ചെയ്യുന്നതിനും ഈ ഹിന്ദു ആക്ട് ഉണ്ട്, ക്രിസ്ത്യൻ ആക്ട് ഉണ്ട്, മുസ്ലിം ആക്ട് ഉണ്ട്. അതായത് മതവിശ്വാസികൾക്ക് സ്വത്ത് ഭാഗം ചെയ്യുന്നതിനും നിയമങ്ങളുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഏകീകൃത സിവിൽ നിയമമായിരിക്കും. അതാണ് പറയുന്നത്, വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം എന്നിവയിൽ എല്ലാവർക്കും ഏകീകൃത നിയമം. ഓക്കെ, ഇനി സ്ത്രീ പുരുഷന്മാർക്ക് തുല്യമായ സ്വത്തവകാശം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം. ഇനി ലിവിങ് ടുഗദർ ബന്ധങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധം. ഓക്കെ, ഇപ്പോൾ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാക്കി. ഇനി വിവാഹങ്ങൾ 60 ദിവസത്തിനകം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. വിവാഹങ്ങൾ 60 ദിവസത്തിനകം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ വിവാഹത്തിന് നിയമസാധുതയുള്ളൂ. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ വിവാഹമൊക്കെ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ കേരളം വിട്ട് പോയി കഴിഞ്ഞാൽ മിക്ക സംസ്ഥാനങ്ങളിലും അങ്ങനെ രജിസ്ട്രേഷൻ ഒന്നുമില്ല. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും ഈ സ്വത്ത് ഭാഗം ചെയ്യുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അവകാശങ്ങളുടെ പേരിലുള്ള നിയമ പോരാട്ടം നടക്കുന്ന സമയത്ത് ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവസാനം അത് നിയമക്കുരുക്കിലേക്ക് മാറും. അതുകൊണ്ട് വ്യക്തമായി പറയുന്നുണ്ട്, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ആദിവാസികളെയും മറ്റു ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരെയും ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, ആരെയൊക്കെയാണ് UCCയിൽ യൂണിഫോം സിവിൽ കോഡിൻ്റെ പരിധിയിൽ നിന്നും ഉത്തരാഖണ്ഡ് ഒഴിവാക്കിയത്? ഓക്കെ, ആദിവാസികളെയും ചില പ്രത്യേക സമുദായ അംഗങ്ങളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഗോവ, 1870. ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒന്ന് പറയാം. നോക്കൂ. ഞാനിവിടെ ഒരു പോയിന്റ് റൗണ്ട് ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്നാണ് ഇതിനകത്ത് വന്നിരിക്കുന്നതെങ്കിൽ അർത്ഥം ഉത്തരാഖണ്ഡ് എന്നാണ്. ചോദിക്കുകയാണ്, സ്വാതന്ത്ര്യത്തിന് ശേഷം യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. ഇനി ഇന്ത്യയിൽ ആദ്യമായി യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഗോവ. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ പ്രത്യേകമായിട്ട് റൗണ്ട് ചെയ്യണം. ഇങ്ങനെ ഉണ്ടെങ്കിലാണ് ഉത്തരം ഉത്തരാഖണ്ഡ്. ഇങ്ങനെ ഇല്ല, ഇന്ത്യയിൽ ആദ്യം എന്നാണെങ്കിൽ ഉത്തരമാണ് ഗോവ. ഓക്കെ, അപ്പോൾ ഗോവ അങ്ങനെ വരാൻ കാരണമുണ്ട്. 1870 ഗോവയിൽ യൂണിഫോം സിവിൽ കോഡ് വന്നത്. അത് പോർച്ചുഗീസുകാരാണ് നടപ്പിലാക്കിയത്. പോർച്ചുഗീസുകാരാണ് നടപ്പിലാക്കിയത്. കാരണം ഗോവ ഏറെ നാൾ പോർച്ചുഗീസിൻ്റെ അധീനതയിലായിരുന്നു. അപ്പോൾ 1870 അത് നടപ്പിലാക്കുന്നത്. അപ്പം നമ്മുടെ ഗോവ പോർച്ചുഗീസിൻ്റെ അധീനതയിലായിരുന്നു. നമ്മുടെ ഇന്ത്യയിലേക്ക് ആദ്യം വന്ന യൂറോപ്യന്മാരെന്ന് പറയുന്നത് പോർച്ചുഗീസുകാരായിരുന്നു. അവസാനം പോയ യൂറോപ്യന്മാരും പോർച്ചുഗീസുകാരാണ്. അപ്പം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ നിന്നും അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. ഓക്കെ, നമുക്കറിയാം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി.
എന്നിട്ടും പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ട് പോയില്ല. നമ്മുടെ ഇന്ത്യയിലെ ഗോവ എന്ന് പറയുന്ന പ്രദേശം പോർച്ചുഗീസിൻ്റെ കയ്യിലായിരുന്നു. 1961 പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ട് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം വന്നത് അവരാണ്, അവസാനം പോയതും അവരാണ്. അപ്പോൾ ഈ പോർച്ചുഗീസ് ഗോവ ഏറെ നാൾ പോർച്ചുഗീസിൻ്റെ അധീനതയിലായിരുന്നു. അതുകൊണ്ട് 1870 മുതൽ തന്നെ അവിടെ എന്തുണ്ട്, യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. ഓക്കെയാണ് ഇത്രയും പോയിന്റുകൾ. ഇനി ഇന്ത്യയിലെ ആദ്യ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് എവിടെയാണ് നിലവിൽ വന്നത്? ഉത്തരമാണ് ബാംഗ്ലൂർ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് ബാംഗ്ലൂരിലാണ്. ഓക്കെ, അപ്പോൾ ബാംഗ്ലൂരിലെ കേംബ്രിഡ്ജ് ലേ ഔട്ടിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ്, അല്ലെങ്കിൽ എന്താണ് 3D പ്രിന്റഡ് എന്താണ് ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മളുടെ വീട് പണിയുമ്പോഴും കെട്ടിടം പണിയുമ്പോഴും ഒക്കെ ഏറ്റവും സമയം പോകുന്ന ഒരു സാഹചര്യമാണ് കട്ടകെട്ടും ചാന്ത് നിറപ്പും തേപ്പും ഒക്കെ. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബേസ്മെൻറ്റ് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ 3D പ്രിൻറ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് അവിടെ കട്ട നിരത്തുകയും ചാന്ത് നിറയ്ക്കുകയും ചെയ്യും. അതായത് നമ്മുടെ കട്ടകെട്ട് പ്രോസസ്സ് മെഷീൻ ചെയ്തോളും. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാവും. ഒരു 6 മാസം കൊണ്ടൊക്കെ തീരേണ്ട വീട് പണി 2 മാസം കൊണ്ട് തീരും. അതിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ബേസ്മെൻറ്റ് മാത്രം കെട്ടിക്കൊടുത്താൽ മതി, അതിൻ്റെ ആ കട്ട കിട്ടുന്നതും ചാന്ത് നിറയ്ക്കുന്നതും തേക്കുന്നതൊക്കെ മെഷീനായിരിക്കും. അതായത് നമ്മുടെ JCB പോലിരിക്കുന്ന റോബോട്ടിക് മെഷീൻ, അങ്ങനെയാണ് അത് 3D പ്രിൻറ്റിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ കാണാൻ പറ്റും. 3D പ്രിൻറ്റിംഗ് മെഷീൻ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഈ മെഷീനാണ് ഈ കട്ട കിട്ടുന്നതും ചാന്ത് നിറയ്ക്കുന്നതും തേക്കുന്നതുമല്ല. അതായത് മനുഷ്യർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസം മെഷീനെ വെച്ച് പരിഹരിക്കുന്നു. ഇപ്പോൾ ചൈനയിലൊക്കെ നേരത്തെ ഉണ്ട്, ചൈനയിലൊക്കെ വർഷങ്ങളായിട്ട് കെട്ടിടം നിർമ്മിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്കും അത് വരുന്നു. സ്വാഭാവികമായിട്ടും ഭാവിയിലൊക്കെ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ കെട്ടിടം നിർമ്മിക്കുന്ന ഈ രീതിയിലായിരിക്കും. അതായത് 6 മാസം കൊണ്ട് തീരേണ്ട കെട്ടിട നിർമ്മാണം എന്ത് ചെയ്യും, 2 മാസം കൊണ്ട് തീരും. അതാണ് പ്രത്യേകത. സ്വാഭാവികമായിട്ടും നിർമ്മാണ മേഖലയിൽ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടും. കാരണം അവർ ചെയ്യേണ്ട ജോലി മെഷീൻ ചെയ്യും. അപ്പോൾ ആ ടെക്നോളജി അറിയപ്പെടുന്ന പേരാണ് 3D പ്രിന്റഡ് ടെക്നോളജി. അത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് വന്നത് ബാംഗ്ലൂരിലാണ്. ഓക്കെ, ബാംഗ്ലൂരിലെ കേംബ്രിഡ്ജ് ലേ ഔട്ടിലാണ് നിലവിൽ വന്നത്. ഉദ്ഘാടനം ചെയ്തത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്തത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ്. ഓക്കെ, ഇനി ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. അശ്വിനി വൈഷ്ണവ് ഏതൊക്കെ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഏതൊക്കെ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെ ചോദിക്കും. വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് റെയിൽവേ, IT, ഇലക്ട്രോണിക്സ്. റെയിൽവേ, IT, ഇലക്ട്രോണിക്സ്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. മലയാളമാണ് വാർത്താവിതരണ പ്രക്ഷേപണം. അപ്പോൾ ചോദിക്കും, കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഏതൊക്കെ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? റെയിൽവേ, IT, ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന് മലയാളമാണ് വാർത്താവിതരണ പ്രക്ഷേപണം. ഓക്കെയാണേ? ഇത്രയും ഓക്കെയാണേ? വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഓക്കെ, ലാസൻ ആൻഡ് ട്യൂബ്രോ, LNTയും IIT മദ്രാസും ചേർന്നാണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ LNTയും IIT മദ്രാസും ചേർന്നാണ് നിർമ്മിച്ചത്. ഓക്കെ, അപ്പോൾ വെറും 45 ദിവസം കൊണ്ടാണ് 1021 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം പണി പൂർത്തിയായത്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ഒരു 6 മാസം കൊണ്ട് തീരുന്ന കെട്ടിട നിർമ്മാണം 45 ദിവസം കൊണ്ട് തീർന്നു. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ശ്രദ്ധിക്കുക. വിമാനാപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ആര്? അടുത്തിടെ നമ്മുടെ ഇന്ത്യ മുഴുവൻ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു. ഓക്കെ, അപ്പോൾ വിമാനാപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയാണ് അജിത് പവാർ. ഓക്കെ, അപ്പോൾ മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ സ്വകാര്യ വിമാനം ലാൻഡിങ്ങിന് തൊട്ട് മുൻപ് തകർന്നു വീണ സംഭവത്തിലാണ് അദ്ദേഹം മരിച്ചത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് 66 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക, വിമാനാപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ് അജിത് പവാർ. അന്തരിച്ചത് 2026 ജനുവരി 28-നാണ്. അപ്പോൾ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫട്നവിസ്. പാർട്ടിയാണ് BJP.
2 ഉപമുഖ്യമന്ത്രിമാരുണ്ട്. ഒരാളുടെ പേരാണ് ഏക്നാഥ് ഷിൻഡെ. പാർട്ടിയാണ് ശിവസേന. ഷിൻഡെ വിഭാഗം. അപ്പോൾ ശിവസേന എന്ന് പറയുന്ന പാർട്ടി 2ആയിട്ട് പിളർന്നു. ഒന്ന് ഉദ്ധവ് താക്കറെ വിഭാഗവും ഒന്ന് ഷിൻഡെ വിഭാഗവും. അപ്പോൾ അതിൽ ഷിൻഡെ വിഭാഗമാണ് BJPക്കൊപ്പം നിൽക്കുന്നത്. അവരാണ് ഉപമുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ആളുടെ പേരാണ് ഏക്നാഥ് ഷിൻഡെ. ശിവസേന ഷിൻഡെ വിഭാഗം. ഓക്കെ, ഇനി മറ്റൊരു ഉപമുഖ്യമന്ത്രിയാണ് സുനേത്ര പവാർ. ഓക്കെ, അന്തരിച്ച അജിത് പവാറിന്റെ ഭാര്യ. അജിത് പവാർ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയെ, അദ്ദേഹമായിരുന്നു മുമ്പ് ഉപമുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഭാര്യ ആ സ്ഥാനത്തേക്ക് നിയമിച്ചു. ആളുടെ പേരാണ് സുനേത്ര പവാർ. ഓക്കെ, പാർട്ടിയാണ് NCP അജിത് പവാർ. അപ്പോൾ NCP എന്ന് പറയുന്ന പാർട്ടി 2ആയിട്ട് പിളർന്നു. ഒന്ന് ശരത് പവാർ വിഭാഗവും അടുത്തത് അജിത് പവാർ വിഭാഗവും. അതിൽ BJPക്കൊപ്പം എന്ന വിഭാഗമാണ് അജിത് പവാർ വിഭാഗം. അപ്പോൾ അതുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത്. അപ്പോൾ അജിത് പവാർ ആയിരുന്നു ആ പാർട്ടിയുടെ നേതാവ്. അദ്ദേഹം മരിച്ചു. ഇപ്പോൾ ഭാര്യയെ ഉപമുഖ്യമന്ത്രിയാക്കി. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. ശരത് പവാറുണ്ട്, അദ്ദേഹം സീനിയർ നേതാവാണ്, അദ്ദേഹം എതിർ വിഭാഗത്തിലാണ്. ഓക്കെ, അപ്പോൾ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ 2ആയിട്ട് പിളർന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ചോദിക്കുകയാണ്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ പേര് ദേവേന്ദ്ര ഫട്നാവിസ് ആണെന്ന് പഠിച്ചു. അങ്ങനെയെങ്കിൽ ആരാണ് മഹാരാഷ്ട്ര ഗവർണർ? പുതിയ നിയമനമാണ്, ഏറ്റവും പുതിയ നിയമനം ഇന്നലെയാണ് നിയമിച്ചത്. മഹാരാഷ്ട്ര ഗവർണർ ആരാണ്? മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണർ ഏറ്റവും പുതിയ നിയമനം ഇന്നലെയാണ് നിയമിച്ചത്. ആരാണ് മഹാരാഷ്ട്ര ഗവർണർ? ജിഷ്ണു ദേവ് വർമ്മൻ. ഓക്കെ, ജിഷ്ണു ദേവ് വർമ്മൻ മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണറാണ് ജിഷ്ണു ദേവ് വർമ്മൻ. ഓക്കെ, ഇനി 2026 സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം വ്യക്തിഗത വിഭാഗത്തിൽ നേടിയതാരാണ്? അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. നമ്മളുടെ 2026 സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം വ്യക്തിഗത വിഭാഗത്തിൽ നേടിയതാരാണ്? അതായത് നമ്മുടെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പുരസ്കാരമാണ്, ഇതാണ് പ്രത്യേകത. ഓക്കെ, അപ്പോൾ ആളുടെ പേരാണ് ലഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽക്കെ. ഓക്കെ, ആളുടെ പേരാണ് ലഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽക്കെ. വനിതാ ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിനാണ് അവർക്ക് ആ പുരസ്കാരം കിട്ടിയത്. നമ്മുടെ വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനവും ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തിനും ഒക്കെയാണ് അവർക്ക് പുരസ്കാരം കിട്ടിയത്. ഓക്കെ, അപ്പോൾ വ്യക്തിഗത വിഭാഗത്തിനാണ് പുരസ്കാരം കിട്ടിയത്, വ്യക്തിഗത വിഭാഗം. അപ്പോൾ ഇത് നമ്മുടെ ഈ സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം വ്യക്തിഗത വിഭാഗത്തിന് നൽകാറുണ്ട്, സ്ഥാപനങ്ങൾക്കും കൊടുക്കാറുണ്ട്. അതിൽ വ്യക്തിഗത വിഭാഗത്തിൽ അവാർഡ് കിട്ടിയ ആളെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽക്കെ. ഓക്കെ, സൈനിക ഉദ്യോഗസ്ഥയാണ്, വനിതയാണ്. ഇനി ഇന്ത്യൻ സൈന്യത്തിലെ ഉദ്യോഗസ്ഥയായ ഇവർ 2024 വയനാട് ഉരുൾപൊട്ടൽ സമയത്ത് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്കാണ് ആദരിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ നടന്ന ദിവസമാണ് 2024 ജൂലൈ 30. അപ്പോൾ ഉരുൾപൊട്ടൽ നടന്നപ്പോഴേക്കും അവിടുത്തെ റോഡുകളും ഗതാഗത സംവിധാനങ്ങളും എല്ലാം തകർന്നു. അപ്പോൾ ആളുകൾക്ക് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ വരണം, ആൾക്കാരെ രക്ഷിച്ചു കൊണ്ടുപോകണം, അവിടെ അകപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ രക്ഷിച്ചു കൊണ്ടുപോകണം, വൈദ്യസഹായം എത്തണം, ഡോക്ടർമാർക്ക് എത്തണം. ഓക്കെ, പിന്നെ ഭക്ഷണം എത്തിക്കണം, അതിനൊക്കെ ഗതാഗതം ആവശ്യമാണ്. അപ്പോൾ അവിടേക്ക് ഈ മാഡം എത്തിയിട്ട് ബെയിലി പാലം നിർമ്മിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റി. അപ്പോൾ ആ സമയോചിതമായ ഇടപെടലിലൂടെ ബെയിലി പാലം നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥയ്ക്കാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതാണ് പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ചൂരൽമലയിലെ ദുഷ്കരമായ സാഹചര്യത്തിൽ 190 അടി നീളമുള്ള ബെയിലി പാലം അതിവേഗം നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകി. ഇപ്പോൾ സീതാ ഷെൽക്കെ എന്താണ് ബെയിലി പാലം നിർമ്മിക്കുന്നതിന് മേൽനോട്ടം വഹിച്ചു. നമ്മൾ പറഞ്ഞു സൈന്യം നിർമ്മിക്കുന്ന പാലം അറിയപ്പെടുന്നവരാണ് ബെയിലി പാലം. അതായത് ഈ സൈന്യത്തിനൊക്കെ ആണെങ്കിൽ യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും പാലമോ അല്ലെങ്കിൽ ഗതാഗത യോഗ്യമില്ലാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർ താൽക്കാലികമായിട്ട് ബെയിലി പാലം നിർമ്മിച്ചിട്ട് അതുവഴിയാണ് യാത്ര നടത്തുന്നത്. അത് പലപ്പോഴും ദുരന്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്, രക്ഷാപ്രവർത്തനങ്ങൾക്ക്. അതായത് ദുരന്ത സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, രാത്രി സമയത്ത് വെറും 4 മണിക്കൂറിനുള്ളിൽ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചു. ഓക്കെ, 100 കണക്കിന് ആളുകളെ രക്ഷിച്ചു. 150 ടൺ ഉപകരണങ്ങൾ ദുരന്ത മേഖലയിൽ എത്തിച്ചു. ഓക്കെ, അപ്പോൾ അതാണ് പ്രത്യേകത. അപ്പോൾ ഇനി സീതാ ഷെൽക്കെക്ക് ലഭിച്ച പുരസ്കാര തുകയാണ് 5 ലക്ഷം രൂപ. വ്യക്തിഗത വിഭാഗത്തിൽ ലഭിച്ച സമ്മാന തുകയാണ് 5 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരത്തിൻ്റെ വ്യക്തിഗത വിഭാഗത്തിന് സമ്മാന തുകയാണ് 5 ലക്ഷം രൂപ. ഇനി 2026 സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം സ്ഥാപന വിഭാഗം ലഭിച്ചത് ആർക്കാണ്? അതായത് നമ്മൾ എത്ര നേരം പഠിച്ചത് വ്യക്തിഗത വിഭാഗത്തിന് അവാർഡ് കിട്ടിയ ആളെ പറ്റിയാണ് പഠിച്ചത്. നമ്മളിനി പഠിക്കാൻ പോകുന്നത് സ്ഥാപന വിഭാഗം. അതായത്
ഒരു ഓർഗനൈസേഷൻസിന് ഈ അവാർഡ് കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് സിക്കിം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അവാർഡ് കിട്ടിയ സ്ഥാപനമാണ് സിക്കിം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഓക്കെ, SSDMA. അപ്പോൾ അവരെന്ന് വെച്ചാൽ ഈ രക്ഷാപ്രവർത്തനത്തിന് പരിശീലനം കൊടുക്കുന്ന സ്ഥാപനമാണ്. ഓക്കെ, ഹിമാലയൻ മേഖലയിൽ കമ്മ്യൂണിറ്റി അധിഷ്ഠിതമായ ദുരന്ത നിവാരണ മാതൃക നടപ്പിലാക്കിയതിനാണ് ഈ അംഗീകാരം കിട്ടിയത്. അതായത് അവിടുത്തെ പ്രദേശത്തുള്ള ആളുകളെ സംഘടിപ്പിച്ചിട്ട് അവർക്ക് ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് പരിശീലനം കൊടുത്തു. ഓക്കെ, ഇനി അങ്ങനെ പരിശീലനം ലഭിച്ച ആളുകളെ വിളിക്കുന്ന പേരാണ് ആപ്തമിത്ര. ഓക്കെ, ഇപ്പോൾ ദുരന്ത നിവാരണത്തിന് പരിശീലനം ലഭിച്ച് തദ്ദേശീയരെ വിളിക്കുന്ന പേരാണ് ആപ്തമിത്ര. ഓക്കെ, 1185 പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ വിന്യസിച്ചു. അങ്ങനെയാണ് അവർക്ക് രക്ഷാപ്രവർത്തനത്തിന് മേൽക്കൈ നേടാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ അവാർഡ് കിട്ടിയ സ്ഥാപനത്തിന്റെ പേരാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ സിക്കിം സ്റ്റേറ്റ്, ഓക്കെ, അപ്പോൾ എന്താണ് സിക്കിം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഓക്കെ, അപ്പോൾ അവാർഡ് കിട്ടിയ സ്ഥാപനമാണ് സിക്കിം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഓക്കെ, സമ്മാന തുക 51 ലക്ഷം രൂപയാണ്. ഓക്കെ, സമ്മാന തുക 51 ലക്ഷം രൂപ. ഇപ്പുറത്ത് പഠിച്ചു, വ്യക്തിഗത വിഭാഗത്തിനാണെങ്കിൽ 5 ലക്ഷം രൂപ, സ്ഥാപന വിഭാഗത്തിനാണെങ്കിൽ 51 ലക്ഷം രൂപ. ഓക്കെ, ഓക്കെ, അപ്പോൾ സ്ഥാപന വിഭാഗത്തിന് സമ്മാന തുകയാണ് 51 ലക്ഷം രൂപ. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ മാതൃകയിൽ ഹിന്ദി ഒഴികെയുള്ള 7 ഭാഷകൾക്ക് കേന്ദ്ര സാഹിത്യ പുരസ്കാരത്തിന്റെ അതേ രീതിയിൽ അവാർഡ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ഒന്നുകൂടി പറയുകയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ മാതൃകയിൽ ഹിന്ദി ഒഴികെയുള്ള 7 ഭാഷകളിൽ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ പലപ്പോഴും തമിഴ്നാട് സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ പല കാര്യങ്ങളിലും സംഘർഷം ഉണ്ടാവാറുണ്ട്. അപ്പോൾ തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഷ അവർക്കൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനൊക്കെ എതിരെയൊക്കെ അവർ പലപ്പോഴും പ്രതിഷേധിക്കാറുണ്ട്. അപ്പോൾ തമിഴ്നാട് സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാർ എന്താണ് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വരുമ്പോഴേക്കും തമിഴ്നാടിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ തമിഴിനെ അവർ അവഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സ്വന്തമായിട്ട് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ മാതൃകയിൽ ഓക്കെ ഹിന്ദി ഒഴികെയുള്ള 7 ഭാഷകൾക്ക് അവാർഡ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ നമുക്കിനി അടുത്ത വർഷം മുതൽ പഠിക്കാൻ ഒരു അവാർഡ് കൂടിയായി. ഓക്കെ, അപ്പോൾ ആ 7 ഭാഷകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ, ബംഗാളി, മറാത്തി. ഇങ്ങനെ 7 ഭാഷകൾക്കാണ് അവാർഡ് കൊടുക്കുന്നത്. ഒന്നുകൂടി പറയുകയാണ്. തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക്, ഒഡിയ, മറാത്തി, ബംഗാളി. ഇങ്ങനെ 7 ഭാഷകൾക്കാണ് അവർ അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ 5 ലക്ഷം രൂപയാണ് 5 ലക്ഷം രൂപയാണ് ഓരോ അവാർഡിനും കൊടുക്കുന്നത്. 5 ലക്ഷം രൂപയാണ് ഓരോ ഭാഷയ്ക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 5 ലക്ഷം രൂപയാണ് ഓരോ ഭാഷയ്ക്കുള്ള അവാർഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ അവാർഡ് അറിയപ്പെടുന്ന പേരാണ് സെമ്മൊഴി ഇലക്കിയ വിരുദ്. ഓക്കെ, അപ്പോൾ ഈ അവാർഡ് അറിയപ്പെടുന്ന പേരാണ് സെമ്മൊഴി ഇലക്കിയ വിരുദ്. അതായത് ക്ലാസിക്കൽ ലാംഗ്വേജ് ലിറ്റററി അവാർഡ് എന്നാണ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ, ബംഗാളി, മറാത്തി എന്നീ ഭാഷകളിലാണ് അവാർഡ് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു 5 ലക്ഷം രൂപയാണ് ഓരോ വിഷയത്തിനും ഓരോ ഭാഷയ്ക്കും അവാർഡായിട്ട് കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ പല ആൾക്കാരും അംഗമായിട്ടുള്ളൊരു പദ്ധതിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സംസ്ഥാനത്തെ യുവതീ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഏത്? ഒന്നുകൂടി പറയുകയാണ്. സംസ്ഥാനത്തെ യുവതീ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് കണക്ട് ടു വർക്ക് സ്കീം. ഏതാണ് കണക്ട് ടു വർക്ക് സ്കീം? വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. പ്രജ്വല പദ്ധതി എന്ന് അറിയപ്പെടുന്ന മറ്റു പേരാണ് പ്രജ്വല. ഓക്കെ, പ്രജ്വല പദ്ധതി എന്ന് അറിയപ്പെടുന്നുണ്ട്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഓക്കെ, 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. അപ്പോൾ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന 18 വയസ്സിനും 30 വയസ്സിനിടയിൽ പ്രായമുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്.
അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാം. മാസം 1000 രൂപ കിട്ടും. PSC പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളൊക്കെ ഇത് അപേക്ഷിക്കാറുണ്ട്. അപ്പോൾ ആ കോച്ചിങ്ങിന് ഉള്ള പൈസ അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി പുതിയൊരു നിയമനത്തെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിക്കപ്പെട്ട വ്യക്തിയാർ, അതായത് NIA പുതിയ മേധാവിയായി നിയമിക്കപ്പെട്ട വ്യക്തി. ഉത്തരമാണ് രാകേഷ് അഗർവാൾ. പുതിയ നിയമനമാണ്, അതുകൊണ്ട് തന്നെ ചോദിക്കും. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്യാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവിയാണ് രാകേഷ് അഗർവാൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തീവ്രവാദ കേസുകൾ അന്വേഷിക്കാനുള്ള സംവിധാനമാണ് NIA. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രാഥമിക തീവ്രവാദ വിരുദ്ധ ടാസ്ക് ഫോഴ്സ് ആണ് NIA. അതായത് ഇന്ത്യയിൽ തീവ്രവാദ കേസുകൾ അന്വേഷിക്കാനുള്ള സംവിധാനമാണ് NIA. ഇനി രൂപീകരിച്ച വർഷമാണ് 2009. രൂപീകരിച്ച വർഷമാണ് 2009. ഇനി NIA ആദ്യ മേധാവിയാണ് രാധാ വിനോദ് രാജു, മലയാളിയാണ്. അപ്പോൾ NIA ആദ്യ മേധാവിയാണ് രാധാ വിനോദ് രാജു, മലയാളി. ഓക്കെ, അപ്പോൾ NIA ആദ്യ മേധാവി തന്നെ മലയാളിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു ചോദ്യം, NIA ദക്ഷിണേന്ത്യയിൽ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, NIA ദക്ഷിണ ഇന്ത്യയിലെ ആസ്ഥാനം, സൗത്ത് ഇന്ത്യയിലെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കളമശ്ശേരി, എറണാകുളം. എവിടെയാണ്? കളമശ്ശേരി, എറണാകുളം. ഓക്കെ, അപ്പോൾ NIA ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. പക്ഷേ NIA ദക്ഷിണേന്ത്യയിൽ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി, എറണാകുളം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു NIA ആദ്യ മേധാവിയാണ് രാധാ വിനോദ് രാജു, മലയാളിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞു പുതിയ ആളുടെ പേര് രാകേഷ് അഗർവാൾ എന്നാണ്. അങ്ങനെയെങ്കിൽ സ്ഥാനമൊഴിഞ്ഞ ആളുടെ പേരെന്ത്? ഇദ്ദേഹത്തിന് തൊട്ട് മുമ്പ് ആരാണ് ആ പദവിയിലിരുന്നത്? ആളുടെ പേരാണ് സദാനന്ദ് വസന്ത് ദത്തേ. സദാനന്ദ് വസന്ത് ദത്തേ. സദാനന്ദ് വസന്ത് ദത്തേ NIA സ്ഥാനമൊഴിഞ്ഞ മേധാവിയാണ്. അദ്ദേഹം മഹാരാഷ്ട്രയുടെ മുൻ DGP ആയിരുന്നു. അദ്ദേഹത്തെ NIA മേധാവിയാക്കി നിയമിച്ചു. അദ്ദേഹം NIA വന്നു, പ്രവർത്തിച്ചു. അദ്ദേഹത്തെ വീണ്ടും മഹാരാഷ്ട്രയുടെ മേധാവിയായിട്ട് തിരിച്ചയച്ചു. അതായത് മഹാരാഷ്ട്രയുടെ DGP ആയിരുന്ന ആളെ NIA മേധാവിയാക്കി കുറച്ച് കഴിഞ്ഞ് വീണ്ടും മഹാരാഷ്ട്രയുടെ DGP ആയിട്ട് തിരിച്ചയച്ചു. അപ്പോൾ സ്ഥാനം കഴിഞ്ഞ ആളുടെ പേരാണ് സദാനന്ദ് വസന്ത് ദത്തേ. പുതിയ ആളുടെ പേരാണ് രാകേഷ് അഗർവാൾ. ഓക്കെ, ഇനി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് NIA പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചോദിക്കും, ഏത് വകുപ്പിന്റെ കീഴിലാണ് NIA പ്രവർത്തിക്കുന്നത്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് NIA പ്രവർത്തിക്കുന്നത്. ഇനി IB, മേധാവിയുടെ പേരാണ് IB, ഫുൾ ഫോമാണ് ഇന്റലിജൻസ് ബ്യൂറോ. മേധാവിയാണ് തപൻ കുമാർ ദേക്ക. പറയാൻ കാരണമുണ്ട്, 2027 വരെ കാലാവധി നീട്ടി ലഭിച്ചു. അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കേണ്ടതാണ് കഴിഞ്ഞ മാസം. പക്ഷെ അദ്ദേഹത്തിന് 2027 വരെ കാലാവധി നീട്ടി നൽകി. അപ്പോൾ 1 വർഷം കൂടി പഠിക്കണം ഈ പേര്. ഏറ്റവും റീസെൻ്റ് ആയിട്ടാണ് കാലാവധി നീട്ടി കൊടുത്തത്, അതുകൊണ്ട് പഠിക്കണം. അപ്പോൾ IB ഫുൾ ഫോമാണ് ഇന്റലിജൻസ് ബ്യൂറോ. മേധാവിയുടെ പേരാണ് തപൻ കുമാർ ദേക്ക. തപൻ കുമാർ ദേക്ക. 2027 വരെ കാലാവധി നീട്ടി ലഭിച്ചു. എന്താ പോയിന്റ്? ഇന്ത്യയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി. ഇന്ത്യയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് അകത്ത് നടക്കുന്ന രഹസ്യാന്വേഷണ പ്രവർത്തനം നടന്ന ഏജൻസിയാണ് IB. ഓക്കെ, ഇനി 1887 സ്ഥാപിതമാക്കി. 1887 സ്ഥാപിതമായി ബ്രിട്ടീഷുകാർ ആരംഭിച്ചതാണ്. 1947 ഇന്ത്യയുടെ ഭാഗമായി. ഓക്കെ, ഇനി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് IB പ്രവർത്തിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് IB പ്രവർത്തിക്കുന്നത്. അത് ഓർത്തു വെച്ചിരിക്കുക. ഇനി റോ ഫുൾ ഫോമാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. റോയുടെ ഫുൾ ഫോമാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. ഓക്കെ, ഇനി റോയുടെ ഇപ്പോഴത്തെ മേധാവിയാണ് പരാഗ് ജെയിൻ. റോയുടെ ഇപ്പോഴത്തെ മേധാവിയാണ് പരാഗ് ജെയിൻ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. റോയുടെ ഇപ്പോഴത്തെ മേധാവിയുടെ പേരാണ് പരാഗ് ജെയിൻ. ഇനി ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയാണ് റോ. ചോദിക്കും, റോയുടെ പർപ്പസ് എന്താണ്? ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി. ചോദിക്കും, ഫുൾ ഫോം എന്ത്? റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. ഓക്കെ, ഇനി റോ സ്ഥാപിച്ച വർഷമാണ് 1968. ഇനി റോയുടെ മേധാവിയായ ആദ്യ മലയാളിയാണ് ഹോർമിസ് തരകൻ. ഓക്കെ, റോയുടെ മേധാവിയായ ആദ്യ മലയാളിയാണ് ഹോർമിസ് തരകൻ. ഓക്കെ, ഇനി റോയുടെ നിയന്ത്രണ ചുമതല വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. റോയുടെ മേൽനോട്ടം വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഉണ്ട്. പ്രധാനമന്ത്രി മേൽനോട്ടം വഹിക്കുന്ന പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്, സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, PERSONNEL. PERSONNEL അല്ല, അത് സ്വകാര്യം. ഇത് പേഴ്സണൽ. മലയാളമാണ് ഉദ്യോഗസ്ഥർ. മലയാളമാണ് ഉദ്യോഗസ്ഥർ.
ഓക്കെ, അപ്പോൾ കേന്ദ്രത്തിലൊരു വകുപ്പുണ്ട്, ഉദ്യോഗസ്ഥകാര്യ വകുപ്പ്. കേന്ദ്രത്തിലൊരു വകുപ്പുണ്ട്, ആ വകുപ്പിന് പേരാണ് ഉദ്യോഗസ്ഥകാര്യ വകുപ്പ്. അപ്പോൾ അത് നിയന്ത്രിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ആ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, PERSONNE. ഈ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് മേൽനോട്ടത്തിലാണ് റോ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി മേൽനോട്ടം വഹിക്കുന്ന പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് മേൽനോട്ടത്തിലാണ് റോ പ്രവർത്തിക്കുന്നത്. പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് മലയാളമാണ് ഉദ്യോഗസ്ഥകാര്യ വകുപ്പ്. ഓക്കെ, ഇനി പ്രധാനമന്ത്രിക്കാണ് മേൽനോട്ട ചുമതല. കാരണം എന്ന് വെച്ചാൽ റോയിലെ ഉദ്യോഗസ്ഥർക്ക് പ്രധാനമന്ത്രിയുടെ മാത്രം ആൻസർ പറഞ്ഞാൽ മതി, വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിയെ മാത്രം ബോധിപ്പിച്ചാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത് മേൽനോട്ട അധികാരം പ്രധാനമന്ത്രിക്കാണ്. ഓക്കെ, ഇനി CBI ഫുൾ ഫോം ആണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBI. മേധാവിയാണ് പ്രവീൺ സുഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ CBI മേധാവിയാണ് പ്രവീൺ സുഡ്. ഓക്കെ, ഇനി CBI രൂപീകരിച്ച വർഷമാണ് 1963. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഇന്റർപോളിനെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് CBI. ഇന്റർപോൾ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും പോലീസുകൾ ചേർന്നുള്ള സംവിധാനമാണ് ഇന്റർപോൾ. ഓക്കെ, അപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും പോലീസുകൾ ചേർന്ന സംവിധാനമാണ് ഇന്റർപോൾ. അതിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് CBI ആണ്. ഓക്കെ, ഇനി CBIയുടെ അധികാരം ചുമതല വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. CBIക്ക് മേൽനോട്ടം വഹിക്കുന്ന പ്രധാനമന്ത്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രധാനമന്ത്രി മേൽനോട്ടം വഹിക്കുന്ന പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ആണ് CBIക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചോദിക്കുക, ഓക്കെ, നമ്മുടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് 2 ഏജൻസികൾക്ക് മേൽനോട്ടം വഹിക്കുന്നു, റോയും CBIയും. ഓക്കെ, അപ്പോൾ റോയും CBIയും മേൽനോട്ടം വഹിക്കുന്നത് പ്രധാനമന്ത്രി മേൽനോട്ടം വഹിക്കുന്ന പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രധാനമന്ത്രിക്കാണ് മേൽനോട്ടാധികാരം. ഓക്കെ ആണ്. അടുത്തത് ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നമ്മളെല്ലാ ദിവസവും പത്രത്തിൽ കൂടി കേൾക്കുന്ന വാർത്തയാണ് ED റെയ്ഡ് നടത്തി പണം കണ്ടെത്തി, ED റെയ്ഡ് നടത്തി പണം കണ്ടെത്തി എന്ന് പത്രത്തിലും TV-യിലൊക്കെ എല്ലാ ദിവസവും വാർത്ത കാണാറുണ്ട്. ഒരു പത്രത്തിലെ ഒരു കോളം ഇതിനുവേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഏജൻസിയുടെ പേരാണ് ED, ഫുൾ ഫോമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഏജൻസിയാണ്, ഉറപ്പായിട്ടും ചോദിക്കും, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം അവരുടെ കുറ്റമല്ല, പത്രം നോക്കുമ്പോൾ ആദ്യം കാണുന്ന ED എന്നാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ചോദിക്കാതിരിക്കും? അപ്പോൾ ED ഫുൾ ഫോമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മേധാവിയാണ് രാഹുൽ നവീൻ. ഇനി എന്താ അവരുടെ പ്രവർത്തന മേഖല? സാമ്പത്തിക കുറ്റകൃത്യങ്ങളും വിദേശ നാണയ നിയമങ്ങളുടെ ലംഘനവും അന്വേഷിക്കുന്ന ഏജൻസി. ഇപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? സാമ്പത്തിക കുറ്റകൃത്യങ്ങളും വിദേശ നാണയ ഇടപാടുകളും അതിൻ്റെ നിയമലംഘനങ്ങളും അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഏജൻസിയാണ് ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഓക്കെ, ഇനി ED സ്ഥാപിതമായത് 1956. അപ്പോൾ ED സ്ഥാപിതമായത് 1956. ചോദിക്കും, ED സ്ഥാപിത വർഷം ഏത്? 1956. അപ്പോൾ ED പ്രവർത്തിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ മേൽനോട്ടത്തിലാണ്. സാധാരണ അന്വേഷണ ഏജൻസികൾ പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിലോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മേൽനോട്ടം വഹിക്കുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവർക്ക് വ്യത്യാസമുണ്ട്. ഇവർ പ്രവർത്തിക്കുന്നത് ധനകാര്യ വകുപ്പിന് കീഴിലാണ്, കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിലാണ് ED പ്രവർത്തിക്കുന്നത്. ചോദിക്കും, ED എന്ന് പറയുന്ന ഏജൻസി ഏത് വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്? കേന്ദ്ര ധനകാര്യ വകുപ്പ്. ഓക്കെ, കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ED പ്രവർത്തിക്കുന്നത്. അതാണ് ഒന്നുകൂടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ED സ്ഥാപിച്ചത് 1956. പ്രവർത്തിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഓക്കെ, അപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലാണ് ED പ്രവർത്തിക്കുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ രൂപീകരിച്ച വർഷം അറിഞ്ഞിരിക്കണം, 56. മേധാവിയുടെ പേര് രാഹുൽ നവീൻ, അത് പറഞ്ഞിരിക്കണം. ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, CVC. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ മേധാവിയാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ മേധാവി അറിയപ്പെടുന്ന പേരാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ. ഓക്കെ, സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ എന്നും പറയും, സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ മേധാവി എന്നും പറയും. ഓക്കെ, അപ്പോൾ ഏജൻസിയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. മേധാവിയുടെ പേരാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഏജൻസി രൂപീകരിച്ച വർഷം 1964. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കുക. ഡിജിറ്റൽ എംബസി സ്ഥാപിക്കുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് കരാറിൽ ഏർപ്പെട്ടത്? ഉത്തരമാണ് UAE. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ എംബസി സ്ഥാപിക്കുന്നതിന് ഇന്ത്യ ഏത് രാജ്യവുമായാണ് കരാർ ഏർപ്പെടുന്നത്? ഉത്തരമാണ് UAE. അപ്പോൾ എന്താ ഡിജിറ്റൽ എംബസി എന്ന് വെച്ച് കഴിഞ്ഞാൽ? നമ്മുടെ രാജ്യത്തിൻ്റെ വിലപ്പെട്ട ഡേറ്റകൾ മറ്റൊരു രാജ്യത്തിൻ്റെ സെർവറുകളിൽ സുരക്ഷിതമായി സൂക്ഷിക്കും. അതാണ് ഡിജിറ്റൽ എംബസി. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് എപ്പോഴെങ്കിലും യുദ്ധമോ ആഭ്യന്തര കലാപമോ പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടു പോകരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിജിറ്റൽ രേഖകൾ മറ്റൊരു രാജ്യത്തിൻ്റെ സെർവറുകളിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കും. ആ സംവിധാനം അറിയപ്പെടുന്ന ഡിജിറ്റൽ എംബസി. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ എംബസി നിലവിൽ വരുന്നത് UAE-യിലാണ്. ഓക്കെ,
ഇപ്പോൾ ഡേറ്റാ സെൻറ്ററുകൾ വിദേശത്താണെങ്കിലും അവയുടെ പൂർണ്ണമായ നിയന്ത്രണം ഉടമസ്ഥാവകാശവും അതാത് രാജ്യങ്ങൾക്കായിരിക്കും. അതായത് ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഡിജിറ്റൽ എംബസിയാണ് UAE വരുന്നത്. അപ്പോൾ പൂർണ്ണമായ അധികാരം ഇന്ത്യക്കായിരിക്കും. സ്ഥിതി ചെയ്യുന്നത് UAEയിലാണെങ്കിലും നമ്മുടെ ഇന്ത്യക്കായിരിക്കും അതിൻ്റെ പൂർണ്ണമായ അധികാരം. ഓക്കെ, ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയുടെ പേരെന്ത്? ഓക്കെ, അപ്പോൾ നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പോയിന്റാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. ഓക്കെ, പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. ഓക്കെ, ഇനി കേരളം, കർണാടക, തമിഴ്നാട് എന്നീ 3 സംസ്ഥാനങ്ങളിലായി 15ഓളം കേന്ദ്രങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടന്നു. ഓക്കെ, അപ്പോൾ അതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഓക്കെ, കേരളം, കർണാടക, തമിഴ്നാട് എന്നീ 3 സംസ്ഥാനങ്ങളിലായി 15ഓളം സ്ഥലങ്ങളിലായിട്ട് ഒരേ സമയം റെയ്ഡ് നടന്നു. അതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ്റെ പേര് ഓർത്തിരിക്കണം, വളരെ പ്രധാനപ്പെട്ട ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. ഇനി 2026 ജനുവരിയിൽ ഇന്ത്യൻ റെയിൽവേയുടെ പരമോന്നത സേവന ബഹുമതിയായ അതിവിശിഷ്ട റെയിൽ സേവാ പുരസ്കാർ നേടിയ RPF ഇൻസ്പെക്ടർ ആര്? ഉത്തരമാണ് ചന്ദന സിംഗ്. ഉത്തർപ്രദേശിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും നൂറുകണക്കിന് കുട്ടികളെ രക്ഷപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ് ചന്ദന സിംഗ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് റെയിൽ സേവനത്തിൻ്റെ പുരസ്കാരം ലഭിച്ചു. അതാണ് പറയുന്നത് 2026 ജനുവരിയിൽ ഇന്ത്യൻ റെയിൽവേയുടെ പരമോന്നത സേവന ബഹുമതിയായ അതിവിശിഷ്ട റെയിൽ സേവാ പുരസ്കാർ നേടിയ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇൻസ്പെക്ടറാണ് ചന്ദന സിംഗ്. വനിതയാണ്. ഓക്കെ, റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് 1500-ലധികം കുട്ടികളെ രക്ഷിച്ച UPയിലെ വനിതാ RPF ഉദ്യോഗസ്ഥയ്ക്കാണ് റെയിൽവേയുടെ ഈ പരമോന്നത ബഹുമതി ലഭിച്ചത്. അപ്പോൾ പലപ്പോഴായിട്ട് 1500ഓളം കുട്ടികളെ ആ ഉദ്യോഗസ്ഥയ്ക്ക് രക്ഷിക്കാൻ പറ്റുക. വീട് വിട്ടിറങ്ങിയ കുട്ടികൾ, പിന്നെ ഭിക്ഷാടനത്തിന് വേണ്ടി ബലമായി തട്ടിക്കൊണ്ടുവന്ന കുട്ടികൾ, ഇവയൊക്കെ രക്ഷിച്ച് സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കാൻ അവർക്ക് പറ്റി. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇൻസ്പെക്ടർ ചന്ദന സിൻഹയ്ക്കാണ് ഇന്ത്യൻ റെയിൽവേയുടെ പരമോന്നത സേവന ബഹുമതിയായ അതിവിശിഷ്ട റെയിൽവേ പുരസ്കാരം ലഭിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, നമ്മളെല്ലാം പറഞ്ഞ പോയിന്റുകളാണ്. ഓക്കെ, അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരമാണ് കൊട്ടാരക്കര. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം ആരംഭിച്ചത് കൊട്ടാരക്കരയിലാണ്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വർക്ക് നിയർ ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ധാരാളം നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാത്തതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. സ്വാഭാവികമായിട്ടും ആ ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ചെറുപ്പക്കാർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല രീതിയിൽ ജോലി കിട്ടാനുള്ള അവസരം, അതാണ് വർക്ക് നിയർ ഹോം. അപ്പോൾ ഇത് കൊട്ടാരക്കരയിലാണ് ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കമ്മ്യൂൺ കൊട്ടാരക്കരയിലെ അമ്പലക്കര മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു കെട്ടിടം നിർമ്മിച്ചിട്ട് അതിൻ്റെ പല പല റൂമുകൾ വലിയ കമ്പനികൾക്ക്, IT കമ്പനികൾക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ അവർക്കാണെങ്കിൽ എന്തായാലും IT കമ്പനികൾക്ക് ധാരാളം ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പോൾ അവർ ആ കമ്പനികളിലേക്ക് ആ പ്രദേശത്തെ ചെറുപ്പക്കാർക്ക് ജോലി നൽകും. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ചെറുപ്പക്കാർക്ക് അവരുടെ നാട്ടിൽ തന്നെ നിൽക്കാനും പറ്റും, നാട്ടിൽ തന്നെ നല്ല ജോലി കിട്ടുകയും ചെയ്യും. അവരുടെ ആ വിദ്യാഭ്യാസത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും മേന്മ രാജ്യത്തിന് വേണ്ടിയിട്ട്, നാടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് കൊട്ടാരക്കരയിൽ വന്നത്. ഇനി അത് വിജയിക്കുന്നതനുസരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം വന്നത് കൊട്ടാരക്കരയിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഓക്കെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും നമ്മളുടെ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ പല വിദ്യാർത്ഥികളും ക്ലാസ് കാണും, അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്താൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ് നിങ്ങൾക്ക് കിട്ടും.
ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ്, ഏറ്റവും പുതിയ സിലബസുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. മാത്രമല്ല മികച്ച ക്ലാസ്സുകൾ കറണ്ട് അഫയേഴ്സിൻ്റെ ആണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ആണെങ്കിലും മാത്സിൻ്റെ ആണെങ്കിലും ഒക്കെ നല്ല നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്കത് മൊത്തത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ടെലഗ്രാം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ ക്ലാസ്സുകളുടെ നോട്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി ടെലഗ്രാം ചാനലിനകത്ത് മെമ്പർ ആവാം. മാത്രമല്ല നമ്മുടെ ആപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പ് ഉപയോഗിക്കാം. നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മറ്റുള്ള ക്ലാസ് കാണാം. അതുവരെ ഗുഡ് ബൈ.